ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ബർമിംഗ്ഹാമിനെ പറ്റിയാണ് കേട്ടോ. വേൾഡിൽ തന്നെ 80th റാങ്കും UK 12th റാങ്കുള്ള യൂണിവേഴ്സിറ്റിയാണ് ഇത്. ഈ വീഡിയോയിൽ നമ്മളിന്ന് കാണിക്കുന്നത് സെലിയോക്കിൽ നിന്ന് യൂണിവേഴ്സിറ്റി ഓഫ് ബർമിംഗ്ഹാമിലേക്ക് പോകുന്ന ഒരു ഷോർട്ടസ്റ്റ് വേ ആണ്. ഈ കനാലിൻ്റെ പേരാണ് വോർച്ചസ്റ്റർ ആൻഡ് ബർമിംഗ്ഹാം കനാൽ. ഏകദേശം സെലിയോക്കിൽ നിന്ന് യൂണിവേഴ്സിറ്റി ഓഫ് ബർമിംഗ്ഹാമിലേക്ക് ഈ വഴി നമ്മൾ പോവുകയാണെങ്കിൽ ഒരു 15-20 മിനിറ്റ്സേ എടുക്കുകയുള്ളൂ. പിന്നെ ഒരു പ്രത്യേകത, ഇത് ഞാൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയും കൂടെയാണ്. ഇവിടുത്തെ മെഡിക്കൽ സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. നോർത്ത് ഗേറ്റിലാണ് നമ്മുടെ മെഡിക്കൽ സ്കൂളുള്ളത്. അപ്പോൾ മെഡിക്കൽ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്കാണെങ്കിൽ ഇത് വൺ ഓഫ് ദി ഷോർട്ടസ്റ്റ് വേ ആണ്. With your name as the title, oh yeah. I wish there was a song with your name as the title, oh yeah. ഇപ്പോൾ ഇവിടെ സ്പ്രിങ് തുടങ്ങി കേട്ടോ. അപ്പം വെള്ളമൊക്കെ നല്ല ക്ലിയറാണ്. വിൻ്റർ സമയത്താണെങ്കിൽ രാവിലെ നമ്മൾ ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ മുകളിൽ ഫുൾ ഐസായിരിക്കും. അതുപോലെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ് ഇവിടെയും ആൾക്കാർ ചപ്പുചവറൊക്കെ വെള്ളത്തിലോട്ടൊക്കെ ഇടും. പക്ഷേ അതിൻ്റെ സൈഡിൽ കൂടെ താറാവും അരയനും ഒക്കെ കാണാം ഈ വഴിക്ക്. കാര്യം ഇതൊരു ചെറിയ വഴിയാണെങ്കിലും രാവിലെ ജോഗിങ് പോകുന്ന ആൾക്കാരുടെയും അതുപോലെ സൈക്കിള് ചവിട്ടുന്ന ആൾക്കാരുടെയും സ്ഥിരം സഞ്ചാര സ്ഥലമാണ് കേട്ടോ ഇത്. നമ്മൾ പോകുന്ന വഴിക്ക് എപ്പോഴും ഇതുപോലെ ആൾക്കാർ പാസ് ചെയ്യുന്ന പോകുന്നതാണ്. അപ്പോൾ അവർ ചെറുതായിട്ടൊന്ന് ബെല്ലടിക്കും, ഞങ്ങൾക്കൊന്ന് വഴി തരണേ എന്ന് പറയുന്ന രീതിയിൽ. നിങ്ങൾ കാണുന്ന പാലം നല്ല രസമായിട്ടാണ് കേട്ടോ ഇവർ പണിതിരിക്കുന്നത്. കനാലിൻ്റെ ഒഴുക്കിനെ ബാധിക്കാതെയാണ് ഇവരിത് നിർമ്മിച്ചിരിക്കുന്നത്. ആ പാലം പോകുന്ന വഴിയിൽ കനാലിന് അധികം ആഴവും ഇല്ല. പിന്നെ സ്പ്രിങ് തുടങ്ങിയത് കാരണം നമ്മൾ പോകുന്ന വഴിക്കെല്ലാം ഇതുപോലത്തെ ചെറിയ മഞ്ഞപ്പൂക്കൾ കാണാം കേട്ടോ. നമ്മൾ ഊട്ടിയിലൊക്കെ നാട്ടിൽ ചെറിയ മഞ്ഞപ്പൂ കാണാറില്ലേ, അതേപോലെയാണ് ഇത്. പക്ഷെ അത്രയ്ക്കും പൊക്കമൊന്നും വെക്കുന്നില്ല, ചെറിയ ഇങ്ങനെ നിലത്ത് പറ്റിയാണ് നിൽക്കുന്നത്. അതിങ്ങനെ കാടിനും പള്ളയിലും ഇടയിലൊക്കെയാണ് കാണുന്നത്. ഏകദേശം ആ കനാലിൻ്റെ സൈഡിൽ കൂടെ ഫുൾ അതുണ്ട് കേട്ടോ. Drive my car to my little job, and I find some peace in the stations that I throw on. But I wish there was a song with your name as the title. ഈ വഴിയുടെ ഇടതുവശത്ത് റെയിൽവേ ട്രാക്കാണ് കേട്ടോ. നമ്മൾ ഈ വഴി നടന്നു ചെന്ന് യൂണിവേഴ്സിറ്റിയിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് സ്റ്റേഷനും കാണാൻ പറ്റും. Tend to embrace, wonder why I'm so opposite, I'm so backwards and upside down. I'm such a clown, but I've got no frown on my little face. Why am
യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തി കേട്ടോ. ഈ സ്റ്റെപ്സ് കയറി മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ആയി. ഈ സ്റ്റെപ്പിൻ്റെ 2 സൈഡിലും നിങ്ങൾ കണ്ടോ 2 റീല് പോലെ റോഡ്സ് ഉണ്ട്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കിൾ യാത്രക്കാർക്ക് വേണ്ടിയിട്ടാണ്. സൈക്കിളിൻ്റെ വീല് ഇതിൽ വെച്ച് ഉരുട്ടിക്കൊണ്ട് നമുക്ക് മുകളിലേക്കും താഴേക്കും കൊണ്ടുപോകാം. അപ്പോൾ സ്റ്റെപ്പിൽ കൂടെ സൈക്കിൾ ഇറക്കി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നല്ല ഐഡിയ അല്ലേ? ഓക്കെ, അപ്പം ഇതാണ് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള മെയിൻ റോഡ്. ഇതിൽ നേരെ പോയി കഴിഞ്ഞാൽ മെഡിക്കൽ സ്കൂളായി. പോകുന്ന വഴിക്കാണ് സ്റ്റേഷൻ എന്ന് പറഞ്ഞത്. അതിൻ്റെ തൊട്ട് ബാക്ക് സൈഡിൽ തന്നെ നമുക്ക് ക്യൂൻ എലിസബത്ത് ഹോസ്പിറ്റൽ കാണാം. ബർമിംഗ്ഹാമിലെ തന്നെ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ് കേട്ടോ ക്യൂൻ എലിസബത്ത് ഹോസ്പിറ്റൽ. ഇതാണ് ഇവിടുത്തെ സ്റ്റേഷൻ. യൂണിവേഴ്സിറ്റി ഓഫ് ബർമിംഗ്ഹാം സ്റ്റേഷനാണിത്. I wish that I could cough out my emotions in a healthy manner. യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിലായിട്ട് ഇതുപോലൊരു പോസ്റ്റ് ബോക്സ് ഉണ്ട് കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു കോയിൻ ബൂത്തും ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കോയിൻ ബൂത്തൊന്നും കാണാനില്ലെങ്കിലും ഇവിടെ എല്ലാ സ്ഥലത്തും കോയിൻ ബൂത്ത് ഉണ്ട്. മിക്കവാറും ബസ് സ്റ്റോപ്പുകളുടെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരു കോയിൻ ബൂത്ത് കാണാറുണ്ട്. ഇവിടെയുള്ള ആൾക്കാർ, പ്രത്യേകിച്ചും വയസ്സായ ആൾക്കാരൊക്കെ ഒരുപാട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. Some peace in the stations that I throw. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, റോഡിൽ കാണുന്ന ഈ പോസ്റ്റുകളാണ് കേട്ടോ. ക്രോസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ മസ്റ്റായിട്ടും ഈ ബട്ടൺ പ്രസ് ചെയ്തിരിക്കണം. അതിൽ ഗ്രീൻ സിഗ്നൽ വന്നാലേ ക്രോസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഇവിടുത്തെ റൂൾ. ഇതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ മെഡിക്കൽ സ്കൂളിൻ്റെ ഫ്രണ്ട് ഗേറ്റ് കേട്ടോ. നേരെ പോയി കഴിഞ്ഞാൽ ആ കാണുന്നതാണ് മെഡിക്കൽ സ്കൂൾ. Oh yeah. And the moods that I hate, I tend to embrace. Wonder why I'm so opposite. I'm so backwards and upside down. I'm such a clown, but I've got no frown on my little face. Why am I so freaking cute? നമ്മുടെ നാട്ടിൽ മെഡിക്കൽ കോളേജുകൾ ഹോസ്പിറ്റലായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന പോലെയാണ് ഇവിടെ യൂണിവേഴ്സിറ്റി ഓഫ് ബർമിംഗ്ഹാം QE ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. നമ്മളിവിടുത്തെ ക്ലിനിക്കൽ പോസ്റ്റിങ്ങുകളും എല്ലാം QEയിലാണ് കേട്ടോ ചെയ്യുന്നത്. QE എന്ന് പറഞ്ഞാൽ ക്യൂൻ എലിസബത്ത്. ആ പുറകിൽ കാണുന്നതാണ് ക്യൂൻ എലിസബത്ത് ഹോസ്പിറ്റൽ. Song that I could make will make you strong, 'cause I'm tired of feeling low and sad and depressed. I gotta move on. അങ്ങനെ നമ്മൾ മെഡിക്കൽ സ്കൂളിലേക്ക് എൻ്റർ ചെയ്യാണ് കേട്ടോ. നിങ്ങൾ കാണുന്നത് ഇവിടുത്തെ സ്കാനേഴ്സാണ്. ഇവിടുത്തെ സ്റ്റുഡൻസിനും സ്റ്റാഫ്സിനും അവർ ID ഇവിടെ സ്കാൻ ചെയ്താൽ മാത്രമേ ഇതിനുള്ളിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ചില ഡിപ്പാർട്ട്മെൻറ്റുകളിൽ അങ്ങനെ കാണാറുണ്ട്. ഇവിടെ ഇപ്പോൾ എലക്ഷൻ നടക്കുന്ന തിരക്കാണ് കേട്ടോ. അതാണ് നിങ്ങൾ കാണുന്നത്. പല സ്ഥലത്തും ബാനേഴ്സും സ്റ്റുഡൻസ് കാൻഡിഡേറ്റ്സ് ചോക്ലേറ്റ്സ് ഒക്കെ ആയിട്ട് നിൽക്കുന്നത് കാണാം ക്യാൻവാസിങ്ങിന്. ഇപ്പം നിങ്ങൾ കാണുന്നത് മെഡിക്കൽ സ്കൂളിലെ റിലാക്സിങ് ഏരിയ ആണ് കേട്ടോ. ഇവിടെ നമുക്ക് പഠിക്കുകയും ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്യാം. ഫുഡ് വേണ്ടവർക്ക് നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കുകയും ചെയ്യാം കേട്ടോ. ഡ്രിങ്ക്സ്, ചെറിയ തോതിലുള്ള ഫുഡ് ഒക്കെ ഉണ്ട്. നിങ്ങൾ കാണുന്ന ക്യാബിൻ്റെ ഉള്ളിൽ ഫുഡ് ഉണ്ട്. അപ്പോൾ അതിൽ ഓരോ നമ്പേഴ്സ് ഉണ്ട്. അതനുസരിച്ച് നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് സെലക്ട് ചെയ്ത് പേ ചെയ്തിട്ട് അത് എടുക്കാം. പിന്നെ ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം, റിലാക്സിങ് ഏരിയയിലാണെങ്കിലും ലൈബ്രറിയിലാണെങ്കിലും നമുക്ക് മൈക്രോവേവൻ കാണാം കേട്ടോ. ഫുഡ് കൊണ്ടുവരുന്നവർക്ക് ചൂടാക്കിയിട്ട് ഇവിടെ കഴിക്കാം. ഇതൊക്കെയാണ് തൽക്കാലമുള്ള വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ ബാക്കി വിശേഷങ്ങൾ പറയാം. അതുവരയ്ക്കും ബൈ ബൈ.